സോ ഗൈസ് നമ്മൾ അങ്ങനെ ഇന്ന് സൺസെറ്റ് കാണാൻ പോവാണ്. സൺസെറ്റ് കാണാൻ പോവാൻ പറ്റുന്നു. ഓ സണ്ണ് സെറ്റ് ആവുന്ന മതി. അവിടെ മുമ്പ് വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട്, പക്ഷെ അത് നമുക്ക് മറന്നു പോയി. സോ ഇന്ന് നമ്മളൊരു ബീച്ചിലാണ് പോകുന്നത്. ഏതൊരു ബീച്ച്? വൈപ്പിൻ ബീച്ചിലാട്ടോ പോകുന്നത്. അവിടെ പോയിട്ടെങ്കിൽ സൺസെറ്റ് കാണാന്ന് വിചാരിച്ചു ഗൈസ്. സണ്ണ് ഇപ്പൊ നോക്കി നമ്മളെ നേരെ ഇവിടെ ആയിട്ട് നിക്കുന്ന കണ്ടോ. നമ്മള് ഗൈസ് എന്താണ് ആ സൺസെറ്റ് കാണാൻ ഒരുപാടായി. സൺറൈസ് എന്തായാലും നടക്കും തോന്നുന്നില്ല രാവിലെ എണീക്കാത്തോണ്ട്. സോ സൺസെറ്റ് കാണാൻ പോയി. നമ്മളങ്ങനെ വൈപ്പിൻ ബീച്ച് എഴുതി ബാക്കിൽ നോക്കിയാൽ ഇതല്ല ഒന്ന് ആ ബാക്കില്ലതാ ലൈറ്റ് ഹൗസ് ഉണ്ട്. കറക്റ്റ് ടൈമിനാട്ടോ നമ്മളെത്തിയ. സൂര്യ അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് എന്താ പറയുക, എന്താണ് നമ്മൾ കാണാൻ വന്നത്? ആ സൺസെറ്റ് കാണാം. സൺസെറ്റ് ഗൈസ് നോക്കി അവിടെ ബീച്ച്, ഇവിടെ കായലിട്ടോ. കൊള്ളാല്ലേ? നീ ശ്രദ്ധിച്ചു അവിടത്തൊക്കെ ഫുള്ള് ഇങ്ങോട്ടേക്ക് വരുന്നത് കാറ്റ്. ആ ശരിയാ, ബീച്ചിൽ നിന്ന് ഇങ്ങോട്ടേക്കല്ലേ വരുന്നത്. അവിടെയല്ലേ തിരുമാല ഇങ്ങോട്ട് വരുന്നേ. ആംബ്രോക്ക് ഓർമ്മ ഉണ്ടോ? നമ്മളിവിടെ രണ്ടാമത്തെ തവണ വരുന്നേ. നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നിരുന്നു, ഞാൻ ആംബ്രോ വേറെ 2-3 ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരും കൂടി. അതന്ന് മഴ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നാണ് വരുന്നത്. അപ്പോൾ ഇതാണ് വൈപ്പിൻ. ഇതെന്താ വെള്ളം കെട്ടി കിടക്കുക അല്ലേ? ഇതാണ് ഗൈസ് വൈപ്പിൻ ബീച്ച് കേട്ടോ. അന്ന് വന്നപ്പോൾ ആരില്ല, ഇന്ന് വന്നപ്പോൾ നോക്കിയേ ഒരു ലോഡ് ആൾക്കാരുണ്ട്. അതെന്തോരോ ആളുകളാ. ഇത് സ്കൂളിൽ നിന്ന് എവിടുന്ന് ട്രിപ്പ് വന്ന ഒരുപാട് ബസ് കണ്ടിരുന്നു ഗൈസ്. കാരണം ഇവിടെ ഡ്രസ്സൊക്കെ സെയിം ഡ്രസ്സ് ഇട്ട് വന്നവരുണ്ട്. ലാംബ്രോ കൊള്ളാം. സൺസെറ്റ് ഇപ്പം ആവും ഗൈസ്. നോക്കിയേ ഇവിടെ ബസ് ഇടുക. ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരുപാട് നേരമായി. ഇപ്പൊ സൺസെറ്റ് ആവുന്നില്ല ലാംബ്രോ. അന്ന് അങ്ങോട്ട് തിരിഞ്ഞു അവിടെ പോയി വരുമ്പോഴത്തേ സൺസെറ്റ്. ഇപ്പോൾ സണ്ണ് അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. എന്ത് കഷ്ടാണ്. സോ ഗൈസ് സണ്ണ് ഉറങ്ങാൻ പോകുന്നവരെ നമ്മളിവിടെ ഒരു ചാക്കിന്റെ മേലെ ഇരിക്കുന്നുണ്ട്. ഇന്ന് കുറച്ചുകൂടി ലേറ്റ് ആയി വന്നാൽ മതിയായിരുന്നു ഗൈസ്. സണ്ണിനെ കണ്ടോ? സണ്ണ് സെറ്റ് ആവുന്ന കാണാൻ കഴിയും തോന്നുന്നു ഗൈസ്. എവിടെ പോയാലും ഇതാണല്ലോ അവസ്ഥ. സണ്ണ് ഭയങ്കര മാഞ്ഞു കിടക്കുകയാണ്. ഗൈസ് നമ്മളെ സൺസെറ്റ് മാഞ്ഞു പോയത് കൊണ്ട് തന്നെ നമ്മൾ 2 പേരും മൂഞ്ചിരിക്കുന്നു. സോ നമ്മൾ ബാക്ക് ടു കൊച്ചിക്ക് തന്നെ പോവുകയാണ്. ഓക്കെ, കൊച്ചിയാണ്, എന്നാലും കൊച്ചി സിറ്റിക്ക് തന്നെ പോവുകയാണ്. പക്ഷെ ഇതിൽ നോക്കുമ്പോൾ ബാക്കിൽ ലൈറ്റ് ഉണ്ടോ? ഇത് മാഞ്ഞു പോയതാണ്. സൺസെറ്റ് ആയില്ല. 6:30 സൺസെറ്റ് ആവുക. അതുകൊണ്ട് അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ട് ബാക്കിൽ ഗൈസ്. പിന്നെ നോക്കി ഇതിൻ്റെ പുതിയ ബാഗാണ്, നമ്മളെ ആംബ്ര സെലക്ട് ചെയ്യുന്ന ബാഗ്. നല്ല ഭംഗിയില്ലേ കാണാൻ? അല്ലേ ഭംഗിയില്ലേ? ഇതെത്ര ബ്ലാക്ക് ചെറുതാകുമ്പോൾ എല്ലാത്തിലേക്ക് എനിക്ക് ഇടാം. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് എടുത്ത്. ആംബ്ര പറഞ്ഞ പിങ്ക് എടുക്കാൻ, പക്ഷെ പിങ്ക് ആകുമ്പോൾ വെള്ളത്തിൽ ഇടാൻ പറ്റും. ഇതാകുമ്പോൾ വെള്ളത്തിൽ നമുക്ക് ഇടാം. ഒതുങ്ങി നിൽക്കുന്നുണ്ട്. എന്താ ആംബ്രോ നോക്കിക്കാ, കോഴിനെ കുത്തിക്കൊണ്ട് പോവാ. ആംബ്രോ കോഴിനെ കുത്തിക്കൊണ്ട് പോവാ. ആംബ്രോ ഓടിക്കോ. ആംബ്രോ നീ ഓടിക്കോ. ആംബ്രോ മറിഞ്ഞെന്നേ. വേഗം ഓടിക്കോ, കാറിലെ ചാടി കയറിക്കോ. പിടിച്ചോണ്ട് പോ കോഴികളെ. സോ ഗൈസ് നമ്മൾ അവിടുന്ന് സ്ഥലം വിട്ടിട്ടു. നമ്മളങ്ങനെ എത്തി വീട്ടിലെത്തിയിട്ട് ഇവിടെ ആരാണുള്ളത്? ലാസി ഹായ് പറഞ്ഞേ. ആംബ്രോ ലാസി വെയിറ്റ് കൂടിയില്ലേ? അല്ലേ വെയിറ്റ് കൂടിയോ? വെയിറ്റ് നല്ല തീറ്റയാ. വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇവിടെ. അപ്പൊ ഗൈസ് വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മൾ പുറത്തിറങ്ങില്ലേ. നമ്മളെ കൂടെ ടേമിയും ഉണ്ട് ഗൈസ്. വാലന്റൈൻസ് ഡേ ഇന്ന വ്യക്തി, ഇന്ന ആൾക്ക്, ഇന്ന വ്യക്തികൾക്ക് എന്നൊന്നും ഇല്ല. എല്ലാവർക്കും വാലന്റൈൻസ് ഡേ ആഘോഷിക്കാം.
എല്ലാവർക്കും ഫ്ലവേഴ്സ് കൊടുക്കാം. റോഡ് മൊത്തം കപ്പിൾസ്, എല്ലാവരും കപ്പിൾസ് ആണെന്ന് പറയാൻ പറ്റൂല. അതെ വേറെ കാര്യം. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ പോവും ഗൈസ്? ഇന്നും ഭയങ്കര തിരക്കാണ്. ഇവിടെ എന്തോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഫുൾ പോലീസും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആണ്. എന്നാലും ഇന്ന് നമ്മൾ ചുമ്മാ പാർട്ടി വൈബാണ് ഇന്ന്, അല്ലേ ടോമി? പാർട്ടി 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 പാർട്ടി. നമ്മളിപ്പോ നോക്കുന്ന വല്ല ക്യൂട്ട് കഫേ വല്ലതും ഉണ്ട് നോക്കാം അല്ലെ? എന്തെങ്കിലും ടീ എന്തെങ്കിലും കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, നമ്മൾ ആംബ്രോക്ക് വിശക്കുണ്ട് പറഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് കാണാം. ഗൈസ്, വാലന്റൈൻസ് ഡേ പറയുമ്പോ മെയിൻ ആയിട്ട് എന്താണ് ആംബ്രോ ഉണ്ടാവുക? മെയിൻ ആയിട്ട് വാലന്റൈൻസ് ഡേ പറയുമ്പോ മനസ്സിൽ വരുന്നത് എന്തായിരിക്കും? പിന്നാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ എല്ലാ കുട്ടികളെ കയ്യിലുള്ള ഒന്നാണ് ഫ്ലവേഴ്സ് ഗൈസ്. അപ്പൊ നമ്മളൊരു ഫ്ലവർ മേടിച്ച് ഗൈസ് നമ്മളെ കയ്യിലുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട് ഞാൻ പോകുന്നവർക്കൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. എന്തായാലും ഗൈസ് കൊച്ചിലെ എല്ലാവരുടെ കയ്യിൽ ഫ്ലവേഴ്സ് അങ്ങനെ പറ്റുമോ ബ്രോ? പറ്റും. അപ്പൊ നമുക്ക് പറ്റൂലേ? ഇതെങ്ങനെയുണ്ട് ഗൈസ്? നോക്കിയാ മൂന്ന് ടൈപ്പ് ഫ്ലവർ. ഒരു വൈറ്റ് ഇങ്ങനെ ഉള്ളത്, റെഡ്, പിന്നെ പിങ്കോ അല്ലെ ലാവൻഡർ എന്തോ കളറാട്ടോ. നല്ല രസമുണ്ട് കാണാൻ ഗൈസ്. എൻ്റെ ഈ ഡ്രസ്സിലേക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ ഒന്നാമതില് വൈകുന്നേരമാണ് ഇറങ്ങിയത് പുറത്ത്. അപ്പത്തെ ലേറ്റ് ആയി പോയി ഗൈസ്. അതുകൊണ്ട് സൺലൈറ്റ് ഒക്കെ പോയി. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഈ കവർ. ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ പക്ക മേടിക്കുന്ന ഗൈസ്. നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, ഇതും ആയിട്ട് ചേർച്ചില്ലേ? ഞാൻ പറഞ്ഞ ചേർച്ചില്ല ഇത് അല്ലേ? നല്ല രസമുണ്ട്. നമ്മളങ്ങനെ പൂവായിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അതെന്താ ഇനി നമ്മൾ എന്നാ കാണാൻ ബ്രോ? ബൈ ബൈ. ഗൈസ്, ഉമ്മനോട് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് ബൊക്കെ? അമ്മ കണ്ടില്ല തന്നിട്ട്. മമ്മി മമ്മി കണ്ടങ്ങള് മേടിച്ചതാ. അത് നോക്കി ഡ്രസ്സിൽ എന്ത് രസം ഇത് കാണാന്. നിങ്ങൾക്ക് വേണ്ടി മേടിച്ച ഞാൻ മദേഴ്സ് ഡേ. അല്ല, ഈ പൂ നമുക്ക് ഓരോന്നും എടുത്ത് കുഴിച്ചിടാൻ പറ്റുമോ? വളരുമോ? ഇല്ല. അപ്പൊ ഇതെന്ത് ഈ ഫ്ലവേഴ്സ് ഇപ്പൊ എന്ത് ചെയ്യും? കുറച്ച് നിൽക്കും തോന്നുന്നു അല്ലേ? വെള്ളമൊക്കെ വിതറിയത് കൊള്ളാൻ നല്ല ഭംഗിയുണ്ട്.